സാറാസ് ടെക്നോനെ പറ്റി എന്താ അഭിപ്രായം? ഞങ്ങളായിട്ട് ഇടപെട്ടിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? എനിക്ക് നല്ല അഭിപ്രായമാണ്. ഞങ്ങൾക്ക് സർവീസ് ഏത് വിളിച്ചാലും ഏത് പാതിരാത്രി ആയാലും അവർ വന്ന് സർവീസ് ചെയ്ത് തരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. ഇവിടെ കിളിമാനൂർ പഞ്ചായത്തില് മുളയ്ക്കലത്ത് കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ വന്നിട്ടുള്ളത്. അമൂല്യം എന്ന് പറഞ്ഞ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയാണ്. ഇവരിവിടെ 33 പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിലുപയോഗിക്കുന്ന എക്യുപ്മെൻസുകളും അതിൻ്റെ ഭാരവാഹികളാണ്. ഇവരെ പരിചയപ്പെടാനും ഇവരെങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണതെന്ന് കാണാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ പേര് ഷീജ. ഞങ്ങൾ 33 ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഒരേ ദിവസം ഒരേ ഐറ്റംസ് പിന്നെ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേര് സീന. നമ്മൾ 7 പേര് ചേർന്നാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. വീട്ടമ്മയായിരുന്നു. ഇപ്പോൾ ഇതിൽ നല്ല രീതിയിൽ വർഷമായിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്. വിജയകരമായിട്ട് തന്നെ പോകുന്നുണ്ട്. എൻ്റെ പേര് ബിന്ദു. എൻ്റെ പേര് രജനി. ഞാൻ ഇവിടെ ഈ പരിസരത്താണ് താമസം. ഗീത, ഇത് ബിന്ദു, ഇത് അനുജ. ഞാൻ പറഞ്ഞ മാനേജിംഗ് പാർട്ണർമാരിൽ ഒരാൾ. ഈ സംരംഭം തുടങ്ങാനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ കൃഷിഭവൻ്റെ കൃഷി ഓഫീസറുമായിട്ട് ഞങ്ങൾ ഈ കൃഷിയുടെ കാര്യത്തിലൊക്കെ നല്ല അടുപ്പമാണ്. അപ്പോൾ അങ്ങനെ കൃഷി ഓഫീസർ ഒരു ദിവസം ഒരു മീറ്റിങ്ങിൽ പറഞ്ഞ് നിങ്ങൾക്ക് എന്തുകൊണ്ട് വനിതാ സംരംഭമായിട്ടൊരു വനിതകൾ 5-6 വനിതകൾ ചേർന്നിട്ടൊരു സംരംഭം തുടങ്ങാൻ എന്തുകൊണ്ട് പറ്റൂല എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണ് ഞങ്ങൾ 7 പേര് വനിതകൾ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ 7 പേര് ഒന്നിക്കാനും കൃഷി ഓഫീസിൽ നിന്ന് തന്നെ കൃഷി ഓഫീസറെ കീഴിൽ തന്നെ നല്ല ഒരുപാട് കാര്യങ്ങൾ അവരും ചെയ്തു തരുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഡ്രയർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ റൈസ് വാഷർ ഉണ്ട്, സ്റ്റീമർ ഉണ്ട്, നമ്മുടെ പൊടിക്കുന്ന ഈ മുളകും അതേപോലെ തന്നെ അരിപ്പൊടി കാര്യങ്ങൾക്ക് സ്റ്റീമർ ഉണ്ട്, റോസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ ഷിഫ്റ്റർ ഉണ്ട്, പിന്നെ മറ്റൊരു റോസ്റ്ററും കൂടി ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളത് മൊത്തത്തിലൊന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്താ ചെയ്യാൻ പോകണം? നമ്മളിനി അരി വാഷ് ചെയ്യാൻ പോകും. പത്തിരി പൊടിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളത് പൊടിക്കാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്യാൻ പോകുന്നത്. അത് കാടി ചവാറിന അത് നമുക്ക് കഴിക്കാൻ കൊള്ളൂല. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആവുകയില്ലേ. നമ്മളിത് ഇതിൽ 3 പ്രാവശ്യം സാധാരണ നമ്മൾ വാഷ് ചെയ്യും. പിന്നെ അതിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഇട്ട് വയ്ക്കും. അതിനെ തണുത്തതിന് അത് പിന്നെ വെള്ളം അത്രയും ഊറ്റിപ്പോയതിന് ശേഷം നമ്മൾ പൊടിക്കാനായിട്ട് എടുക്കും. ഇത് രണ്ടാമത്തെ പ്രോസസ്സ് സ്റ്റീം പുട്ടുപൊടിക്ക് വേണ്ടിയിട്ടാണ്. ചെമ്പ അരിയാണ് സ്റ്റീമിന് വെച്ചേക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്റ്റീം ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ നമുക്കത് കൂൾ ചെയ്യാനായിട്ട് ഇടണം. കൂൾ ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് പിന്നെ അത് പൊടിക്കണം. പൊടിച്ചിട്ട് വറക്കാം. പണ്ട് സ്റ്റീമില്ല. ഇതാകുമ്പം ഇപ്പോൾ സ്റ്റീമിനെന്ന് പറഞ്ഞാൽ പുട്ടുണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നല്ല പഞ്ഞി കണക്ക് ഇങ്ങനെ ഇരിക്കും. രാവിലോട്ട് വൈകിട്ടായാലും അതങ്ങനെ തന്നെ ഇരിക്കും. നമുക്ക് മറ്റേ മുമ്പെന്ന് പറഞ്ഞാൽ രാവിലെ പുട്ടുണ്ടാക്കി വെച്ചാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് തിന്നാൻ തന്നെ പാടായിരുന്നു. നല്ല ഡിമാൻഡാണ്. എല്ലാവരും പിന്നെ തിരക്കി വരുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞാൽ പണ്ട് പഴവും ഒന്നും ഇല്ലാതെ കറി ഇല്ലാതെ തിന്നാം. അതുകൊണ്ട് ഇതിന് സ്റ്റീം ഐറ്റംസിൻ്റെ എല്ലാം ഇവിടെ നല്ല ഡിമാൻഡാണ്. ഞങ്ങളിത് സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. കഴുകി ഉണക്കിയിട്ട് വേവിക്കുന്ന എല്ലാ സാധനങ്ങളും ഈ ഇവിടാണ് വെക്കുന്നത്. ഇത് അല്ലാതെ കഴിവാത്ത ഇത് വരുന്ന സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് ഇവിടാണ്. 10 കിലോ മല്ലിയാണ്. ഇത് നമ്മൾ ആദ്യം റോസ്റ്ററിൽ തട്ടിയിട്ട് ഒരുപാട് ചൂടിൽ ഞങ്ങൾ വറുക്കും. ഒരു മീഡിയം ചൂടിൽ മൂത്ത് വരുന്ന ഒരു പരുവം. ആ സമയമാകുമ്പോൾ നമ്മളതിനെ നിർത്തിയിട്ട് നമ്മൾ തട്ടി തണുക്കാനായിട്ട് ഇട്ടേക്കും. കൂളിംഗ് ട്രേയിലിടും. പിന്നെ മുളക് റൊട്ടേഷൻ ഇല്ലാതെ മുളക് വറുക്കും. പിന്നെ അവലോസ് പൊടി ഇതിലാണ് ഉണ്ടാക്കുന്നത്. ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇടാറുള്ളൂ. ഇനി മാവ് വറുക്കാൻ പോവേണ്. ഇത് 38 കിലോ വരെ ഇതിൽ വറുക്കാം. നമ്മൾ ചെറിയ തീയിലിട്ടാണ് വറുക്കുന്നത്. 100-ലിട്ടാണ് വറുക്കുന്നത്. ചെറിയ ചൂടിൽ വറുത്താലേ ആ മാവ് ഒരു പത്തിരിക്കായാലും ഉറട്ടിക്കായാലും ആ മാവ് കൊള്ളാവുള്ളൂ. പെട്ടെന്നങ്ങ് മൂത്ത് പോകുമ്പം അത് ഏതെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി അതൊരുമാതിരി മുറിഞ്ഞു വീഴുന്ന കണക്കാണ്. നല്ല വെളുത്ത കളറ് കിട്ടേം വേണം. നല്ല മാവും ആയിരിക്കണം. കുഴപ്പമില്ല. നമ്മളത് ക്ലീൻ ചെയ്ത് വെള്ളം തൊട്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ അതിൽ വറുക്കുന്നത്. അപ്പോൾ കുഴപ്പമൊന്നും വരാറില്ല. ഇനി ഇത് തണുത്തില്ല. തണുത്തിട്ട് നാളെ വറുക്കാൻ പറ്റുള്ളൂ, പൊടിക്കാൻ പറ്റുള്ളൂ. വറുത്തിട്ടേക്കാണ്. ഇത് മൂത്ത് കഴിഞ്ഞിട്ട് ഇത് മാറ്റിയിട്ട് പുട്ടുപൊടിക്കുള്ളത് ചെമ്പ പുട്ടുപൊടിയുടെ ഇതിൽ തട്ടി റോസ്റ്റ് ചെയ്യും. റോസ്റ്റ് ചെയ്തിട്ട് ഇത് ഷിഫ്റ്ററാണ്. ആ പുട്ട് അത് വറുത്ത് റോസ്റ്ററിലിട്ട് വറുത്ത് തണുത്തതിന് ശേഷം ഈ ഷിഫ്റ്ററിലിട്ട് അരിച്ച് ഇതിൻ്റെ തട്ട് അങ്ങനെ കട്ടിയായിട്ടുള്ള അഴുക്ക് വേസ്റ്റുകളെല്ലാം അതിൽ കൂടെ പോവും. നല്ലത് ഇവിടെ വരും. ഇവിടെ പാത്രം വെച്ച് ഇതെടുക്കും.
അത് കഴിഞ്ഞ് പിന്നെ പാക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇത് ഈ ഐറ്റം ചെയ്യുന്നതിന് മസ്റ്റായിട്ട് ഇത് വേണം. അതിന് നമ്മളെ പ്രൊഡക്റ്റുകളും കൂടെ ഒന്ന് കാണിക്കുക. ഇതൊക്കെയാണ് നമ്മളെ പ്രൊഡക്റ്റുകൾ. ചെമ്പാവിൻ്റെ മാപ്പൊടി, മാവ്, അതിൻ്റെ സ്റ്റീം പുട്ടുപൊടി, പിന്നെ വെള്ള അരിമാവ്, അതിൻ്റെ സ്റ്റീം പുട്ടുപൊടി, ഇത് റാഗിപ്പൊടി, ഇത് റാഗിയുടെ സ്റ്റീം, ഗോതമ്പ് മാവ്, ഗോതമ്പിൻ്റെ സ്റ്റീം, ഇത് ചോളപ്പൊടിയുടെ ഫൈൻ പൗഡർ, ഇത് അതിൻ്റെ സ്റ്റീം, ഇത് മില്ലറ്റ് പുട്ടുപൊടി, ഇത് മില്ലറ്റിൻ്റെ കഞ്ഞിക്കൂട്ട്, ഇത് ചാമ പുട്ടുപൊടി, ഇത് മരിച്ചീനി പൗഡറാണ്, ഇത് അവലോസ് പൊടി, ഇത് റവ, ഇത് നമ്മുടെ ചട്ടിനിപ്പൊടി, ഇത് ബനാന പൗഡർ, ഇത് ഫിഷ് മസാല, ഇത് ചമ്മന്തിപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടി, ഇത് നമ്മളെ സാമ്പാർ പൊടി, ഇത് പിരിയ മുളക് പൊടി, ഇത് മല്ലിപ്പൊടി, ഇത് കാശ്മീരി മുളക് പൊടി, ഇത് സാദാ മുളക് പൊടി, ചിപ്സ്, മധുരസേവ. ഒക്കെ പാക്കറ്റ് നമുക്ക് വന്നു കഴിഞ്ഞ് ആൾറെഡി ഇപ്പം നമ്മളിങ്ങനെ കൊടുക്കുന്നെങ്കിൽ നമുക്ക് പാക്കിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞ്. ഇതാണ് നമ്മളെ പാക്കറ്റ് അമൂല്യം. നമ്മളെ 2 വർഷത്തെ അധ്വാനമാണ് ഇത്. നല്ല ജനപിന്തുണ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കവർ പാക്കിംഗ് ആക്കി നമുക്ക് പുറത്ത് കൊടുക്കാനുള്ള ഒരു ധൈര്യം വന്നത്. ഇത് പുറത്തുള്ള ആളുകൾക്ക് ഡിസ്ട്രിബ്യൂഷന് കൊടുക്കുന്നുണ്ട്. ഇനി സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും ഒക്കെ ഇത് വരും. ആർക്ക് വേണോ എപ്പോഴും വേണോ പ്രൊഡക്ഷൻ കാണാൻ വരാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിയാൽ മതി. ഇത് നമ്മളെ നാട്ടുകാരെല്ലാം നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പം പുറത്തോട്ടുള്ളവർക്കും ഒക്കെ എല്ലാവരും ഓൺലൈനായിട്ടൊക്കെ അയച്ചു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ അതിൻ്റെ രീതിയിൽ അങ്ങോട്ട് തുടങ്ങിയില്ല. നമ്മൾ ഫസ്റ്റാണ്. എന്നാലും എല്ലാവർക്കും വേണമെങ്കിൽ എപ്പോഴും വേണമെങ്കിലും വന്ന് കാണാം. മാഡത്തിന് സാറാസ് ടെക്നോനെ പറ്റി എന്താ അഭിപ്രായം? ഞങ്ങളായിട്ട് ഇടപെട്ടിട്ട് എന്താ തോന്നിയിട്ടുള്ളത്? മിഷനറിക്ക് ഇതുവരെ വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്ന് നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ മിഷനറി എന്താണ്, എന്തൊക്കെ വേണോ എന്നുള്ളൊരു അറിഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും കൂടെ അവിടെ പോയി സാറിനെ വിളിച്ചു. സാറ് അപ്പോഴും തന്നെ ഞങ്ങൾക്ക് അതിനുള്ള സ്ഥലവും കണ്ട് നമ്മളെ വരുത്തി അവിടെ വന്നിട്ട് നമുക്ക് ഒരേ യൂണിറ്റുകൾ കൊണ്ട് കാണിച്ചു തന്ന്, വേറെ അങ്ങ് ഇതുപോലെ ഒരേ ജോലിക്കാരെ കൂടെ പറഞ്ഞു വിടുന്ന അല്ലാതെ ഇത് സാറ് തന്നെ നേരിട്ട് ഞങ്ങളുടെ വന്ന് എല്ലാ യൂണിറ്റും കാണിച്ചു തന്ന് നമുക്കുള്ള സംശയങ്ങളെല്ലാം ഏത് രീതിയിൽ സ്റ്റീം ചെയ്യണമെന്ന് വരെ പറഞ്ഞു തന്ന് നല്ല സർവീസായിരുന്നു. എല്ലാം പക്കായിരുന്നു. എല്ലാവരും ഒന്ന് വന്നേ. ഇവരെല്ലാവരും പാരലി ജോലി ചെയ്യണ ആൾക്കാരും കൂടിയാണ്. അപ്പോൾ അവർ അതിൻ്റെ ഇടയിൽ കൂടെ 2 വർഷം എല്ലാവരും അവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ച് അല്ലെങ്കിൽ പാരലി ആ ജോലി കൊണ്ട് നടന്ന് അങ്ങനെ ആരംഭിച്ചൊരു യൂണിറ്റാണിത്. ഒട്ടും ലാഘവത്തിൽ എളുപ്പത്തിൽ വന്നതല്ല. എല്ലാവരുടെയും സപ്പോർട്ടായിട്ടുള്ളത് എല്ലാവരുടെയും ഹസ്ബൻഡാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും ഭർത്താക്കന്മാരെല്ലാവരെയും സപ്പോർട്ട് ചെയ്ത് അങ്ങനെ ആരംഭിച്ചൊരു സംരംഭമാണ്. എനിക്കായാലും ഇവർ ഈ സംരംഭം നടത്തി ഒന്ന് കണ്ട് നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു. കൂടെ വന്ന് കണ്ടു. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ആദ്യമായിട്ടൊരു നമ്മളെ ജീവിതമാർഗം എന്ന നിലയിൽ ഞങ്ങൾ കുറച്ച് വനിതകൾ ചേർന്ന് ഒരുപാട് പാളീച്ചകളിലോട്ട് പോകും. പക്ഷേ നമ്മൾ ചെന്നെത്തിയത് നല്ല പിന്നെ സാറാസ് എന്ന് പറയുന്നൊരു ഒരു കമ്പനിയിലേക്കാണ് ചെന്നത്. ഈ മെഷീനെ കുറിച്ച് നമ്മൾ വീട്ടിൽ മിക്സിയിലെല്ലാം പൊടിച്ച് നമ്മൾ ഉപയോഗിക്കുന്നവരായിരുന്നു. പക്ഷേ ഇത്രയും വലിയ മെഷീനൊന്നും നമുക്ക് അവിടെ ചെന്ന് കണ്ടതിന് ശേഷമാണ് ഇത്രയും നല്ല ഇതായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത്. സാറാസ് എന്നുള്ള ഒരുപാട് പ്രചോദനം അത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ്. ഇത്രയും ഉയർന്നു വരാനും നമ്മൾ മുന്നിലേക്ക് ഞങ്ങളെല്ലാവരും വീട്ടിലിരിക്കുന്ന വനിതകളാണ്. അപ്പോൾ അതെല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ നിന്നും നമുക്കിത് ഒരു പ്രചോദനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവരെല്ലാം ആണ്. പിന്നെ മിഷനെല്ലാം പക്ക